ദേവിക്ക് സ്കൂളിലേക്കല്ലേ? ആ അതെ. എന്നിട്ടെന്താ ഇവിടെ? ഇവിടെ ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കാനായിട്ട് നിന്നതാ. എന്നിട്ട് ഫ്രണ്ട് പോയോ? ആരെയും കാണുന്നില്ലല്ലോ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഞാൻ ദേവികയെ ഒന്ന് തനിച്ചു കാണാനിരിക്കുകയായിരുന്നു. എന്താ മാഡം? അമ്മ പറഞ്ഞ കാര്യത്തിൽ ദേവിക എന്തെങ്കിലും തീരുമാനത്തിലെത്തിയോ? ഞാൻ ദേവിക ഒന്നിനും നിർബന്ധിക്കില്ല. നന്നായി ആലോചിച്ച് എന്ത് തീരുമാനം വേണമെങ്കിലും ദേവിക എടുത്തോളൂ. ദേവിക പറഞ്ഞതുപോലെ ഗോപിക ഋഷിയും ഉടനെ തന്നെ മേഘമലയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. സ്വാമിയച്ഛന്റെ ചികിത്സയിൽ ഞങ്ങൾക്കും വിശ്വാസമാണ്. ദേവികയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും അവിടെ വെച്ചല്ലേ? അതും ഒരു നിമിത്തമായിരിക്കാം. അന്ന് അവിടെ വന്നത് എന്റെ സിദ്ധാർത്ഥന് വേണ്ടിയായിരുന്നു. അവന്റെ ചികിത്സ അവിടെ വെച്ചാണ് നടന്നത്. സിദ്ധാർത്ഥന്റെ ചികിത്സ അവിടെ സ്വാമിയച്ഛന്റെ അടുത്തായിരുന്നോ? അതെ, അതുകൊണ്ടല്ലേ സ്വാമിയച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ്. അവിടെ സിദ്ധാർത്ഥന് എന്തിന്റെ ചികിത്സ നടത്തിയിരുന്നത്? അത് സിദ്ധുവിന് മുത്തശ്ശന. മുത്തശ്ശ മോളെ, മേഘമലയിൽ നിന്ന് സ്വാമിയച്ഛൻ വിളിച്ചിരുന്നു. ഗോപി ഋഷിയും എപ്പോ വിളിച്ചെന്ന് ചോദിച്ചു. അവർക്ക് അവിടെ വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശ, ഞാനിപ്പോ ജാനകി മാഡത്തിന്റെ കൂടെ തന്നെയാ ഉള്ളത്. മാഡത്തിനോട് സംസാരിച്ചിട്ട് ഞാൻ സ്വാമിയച്ഛനെ വിളിച്ചോളാം. ശരി ശരി, എന്നാൽ അത് മതി. ശരി മുത്തശ്ശ. എന്താ ദേവിയെ മുത്തശ്ശൻ പറഞ്ഞേ? മേഘമലയിൽ നിന്നും സ്വാമിയച്ഛൻ മുത്തശ്ശനെ വിളിച്ചിരുന്നു. അവിടെ ഋഷിക്കും ഗോപിക്കും വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. അവരവിടെ എപ്പോ എത്തും എന്ന് അറിയിക്കണം. അവരെ ഇന്ന് തന്നെ അയക്കാം. സ്കൂളിൽ ചെന്ന ശേഷം മഹേട്ടനോട് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. കേറ്, വാ. രാമനെ, വാ, ഇങ്ങ് വാ. സിദ്ധു, എന്തായി? നീ എന്റെ മാലയെ കണ്ടോ? കണ്ടു. അവളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും വാങ്ങിയോ? ഇല്ല. ഇല്ലേ? അവളെ കണ്ടിട്ട് അവളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എന്തുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല? ആ നേരത്ത് സിദ്ധു റോഡിനപ്പുറത്തേക്ക് ഓടിയപ്പോ ഞാനും പിന്നാലെ ഓടി. സിദ്ധുവിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുമ്പോ ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അവരോടൊന്ന് എങ്ങോട്ടോ പോയി. സിദ്ധു ഓടിയപ്പോ അവന്റെ പിന്നാലെ ഓടാൻ പോയിരിക്കുന്നു. ആ പെൺകുട്ടിയെ മുന്നിൽ കിട്ടിയിട്ട് ഫോൺ നമ്പർ വാങ്ങാതെ നിന്നെ ഞാൻ എന്താ പറയേണ്ടത്? വിവരദോഷി, കിഴങ്ങൻ, നിന്നെ എന്തിനു കൊള്ളാം? ഒരു കൂമാല്. അത് പിന്നെ സിദ്ധുവിനെ പിടിക്കാൻ പോയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഫോൺ നമ്പർ എനിക്ക് കിട്ടിയാനേ. ഓ, ആ കുട്ടി അത് പറയാൻ തുടങ്ങുമായിരുന്നു. ശരി, നമ്പറോ കിട്ടിയില്ല. അവളുടെ പേരെങ്കിലും മനസ്സിലാക്കിയോ? പേര് പേര് പറയടാ. എന്താ അവളുടെ പേര്? പേര് അത് ചോദിക്കാൻ മറന്നുപോയി. മലന്നുപോയി. കഷ്ടം തന്നെടാ നിന്റെ കാര്യം. സിദ്ധുവിന്റെ പിന്നാലെ വാലത്തേക്ക് നടക്കാനല്ലാതെ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം? പാഴ്, മരപ്പാഴ് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? ഹരി, എന്തു പറ്റി? നീ എന്തിനാ അവനെ വെറുതെ വഴക്കു പറയുന്നേ? ഒന്നുമില്ലേട്ടാ, അത് പിന്നെ സിദ്ധുവിനെ പുറത്തുകൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്ന വഴിക്ക് ഞാനൊരു ഹെയർ ഡേ വാങ്ങാം ഇവനോട് പറഞ്ഞിരുന്നു. ഇപ്പൊ മറന്നുവന്നിരിക്കുക. ഞാൻ അതിന് പിന്നെ വഴക്കുറഞ്ഞോണ്ടിരിക്കുമ്പോഴാ ചേട്ടൻ വന്ന് വിളിക്കുന്നേ. ശരി, നീ ഇവിടെ നിൽക്കാതെ ആ ഋഷിയും ഗോപികയും ആശ്രമത്തിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ഞാനതെത്തി വരാൻ പോവാ. ഹെയർ ഡേ നമുക്ക് വന്നിട്ട് മേടിക്കാം കേട്ടാ. വാ.
അല്പം സാവകാശം എടുക്കും. എങ്കിലും സാരമില്ല, ഇവരെ സുഖപ്പെടുത്താം. അല്ല, ഇവര് സുഖപ്പെടുവോ? ഇതുപോലെ ഇതിനു മുൻപ് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സുഖം പ്രാപിച്ചു പോയിട്ടുമുണ്ട്. ഇവർക്കും ഭേദമാവും. അതില് അധികം ആശങ്കപ്പെടേണ്ടതില്ല. ആ ഹരിയേട്ടാ, എടി, ഏട്ടൻ എനിക്കൊരു വലിയ പണി തന്നു. എന്ത് പണി? ഋഷിക്കും ഗോപിയയ്ക്കൊപ്പം ഏട്ടൻ എന്നെ ഇങ്ങോട്ട് അയച്ചു, മേഘമലയിലേക്ക്. ഷോ, നിങ്ങൾ ആ തണുപ്പത്ത് അവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞ് ഒഴിവായിക്കൂടായിരുന്നോ? അതൊന്നും സാരമില്ല. ഏട്ടൻ പറഞ്ഞ പിന്നെ ഞാൻ എങ്ങനെയാ? അതൊന്നും സാരമില്ല. ഇനി ഇവർക്ക് ഭേദമാവാതെ പെട്ടെന്നൊന്നും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഷേ, അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. അത് വിട്. ഞാൻ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാനാ. മായേ, നമുക്ക് നമ്മുടെ നിലനിൽപ്പ പ്രധാനം. സിദ്ധുവിന്റെ മാലാഖ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവളെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പെൺഡ്രൈവ് കിട്ടുള്ളൂ. ഇല്ലെങ്കിലേ എല്ലാം ആകെ അവതാളത്തിലാവും. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് സിദ്ധുവിന്റെ മാലാഖയെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണം. പിന്നെ കെയർ ടേക്കറും സിദ്ധുവും പാർക്കിൽ പോകുമ്പോ നീയും കൂടെ പോണം. അവിടെ അവന്റെ മാലാഖ സ്ഥിരം വരാറുണ്ട്. അവളെ കണ്ടുപിടിച്ച് അവളുടെ ഡീറ്റെയിൽസ് നീ എടുക്കണം. ഞാൻ പറഞ്ഞ നീ കേട്ടോ? ഞാൻ പോകേട്ടാ. ആ, അറിയാലോ. അവൾ ആ പെൺഡ്രൈവ് നോക്കുകയോ നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്താൽ അത് പിന്നെ വലിയ അപകടവും. പറഞ്ഞേക്കാം കേട്ടോ? എന്നാ പിന്നെ ഞാൻ വിളിക്കാം. നീ പറഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യും. ശരി. ആ, ഇയാളായിരുന്നു. ദേവികയില്ലേ ഇവിടെ? ഒന്ന് വിളിക്കോ. അവളിവിടെ ഇല്ല. എവിടെ പോയി? ആ, എനിക്കറിയില്ല. മുത്തശ്ശനും ഇല്ലേ? മുത്തശ്ശനും ഇല്ല. മുത്തശ്ശൻ എവിടെ പോയി? അതൊന്നും എനിക്കറിയില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയത്? അതും അറിയില്ല. അവരിവിടെ ഇല്ല, അത്രേ ഉള്ളൂ. ആ സാരമില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോവാൻ നോക്ക്. അല്ല, ആന്റി എന്തോ ഒരു ശത്രുവിനെ പോലെ എന്റെ അടുത്ത് പെരുമാറുന്നത്. എന്റെ പൊന്നോ, എനിക്ക് ആരോടും ഒരു ശത്രുതയേ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയോടെ കിടന്നുറങ്ങണം. ആന്റി, ഞാൻ പറയുന്നുണ്ട്, മറ്റൊന്നും തോന്നരുത്. ഏത് നേരത്താ നിങ്ങൾക്ക് ഈ ആലോചനയുമായി ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അത് കാരണം ഇപ്പൊ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നിരിക്കുക. നിങ്ങൾ കാരണം ഈ വീടിന്റെ മുഴുവൻ സമാധാനം പോയിരിക്കുക. പേടിച്ച് ഞങ്ങൾ ഇതിനകത്ത് കഴിയുന്നത്. ആ പേടിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. മനോനില തെറ്റിയ ഏതോ ഒരുത്തൻ ഇവിടെ വന്ന് അവന്റെ തിണ്ണമെടുക്കും ഷോയും കാണിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ചില ചാവാലി പട്ടികൾ കുരയ്ക്കും, ചിലത് കടിക്കാൻ വന്നെന്നിരിക്കും. എന്ന് കരുതി അവറ്റകളെ പേടിച്ച് എന്നും വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കോ? അവനെയൊക്കെ ആ ഗണത്തിൽ പെടുത്തിയാ മതി. അയ്യോ, എന്റെ പൊന്നേ, ഭദ്രനെ അങ്ങനെയാ കണ്ടിരിക്കുന്നേ. ഈ പറഞ്ഞതൊന്നും അവൻ കേക്കണ്ട. കേട്ടാൽ അവൻ എന്ത് ചെയ്യും? മുറിച്ചിട്ടാ മുറി കൂടുന്ന ജാതിയാ അവൻ. വെട്ടൊന്ന് കണ്ടും രണ്ടെന്ന പ്രകൃതക്കാരന്. അവനോട് സൂക്ഷിച്ചും കണ്ടും കളിച്ചില്ലെങ്കിലേ ആ തല വേറെ ഉടല് വേറെ നായി പോവും കേട്ടാ. എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസായില്ലേ? ഇല്ലെങ്കിലേ അവനെ കുറിച്ച് ശരിക്കൊന്ന് അന്വേഷിക്കേ, അപ്പൊ ബോധ്യപ്പെട്ടോളൂ. അന്വേഷിക്കാനോ അറിയാനോ ഒന്നുമില്ല. അവൻ ഇതിനു മുമ്പേ കൈക്കരുത്തുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല. കയ്യൂക്കൊള്ളവന്മാരുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുമ്പോ അവന്റെ അട്ടഹാസമൊക്കെ അവനായിട്ട് തന്നെ അവസാനിപ്പിക്കും. അപ്പൊ രണ്ടും കൽപ്പിച്ചല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ അവനുള്ള മറുപടി ഞാൻ കൊടുത്തേനെ. പക്ഷേ സ്ഥലം ഇതായി പോയി. അപ്പൊ ആ ബോധം മോനുണ്ടല്ലോ.
അതേ ബോധം ഇപ്പോഴും ഉണ്ടായാ മതി. ദേവിക എന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവനാ ആ ഭദ്രൻ. അവളെ ഒരാൾ നോക്കുന്ന പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഈ വീടിന്റെ 4 ചുറ്റിനും അവൻ ചാരന്മാരെ വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാള് അവനെ വിളിച്ചു പറഞ്ഞ, അല്ല മിക്കവാറും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. കണ്ണടച്ച് തുറക്കും മുമ്പേ അവരിവിടെ എത്തും. പിന്നെ ഇവിടെ നടക്കുന്നതേ വലിയ കയ്യാങ്കളിയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടാ. കരിക്കകത്തമ്മയാണേ സത്യം. ഇന്നിവിടെ മിക്കവാറും ചോരക്കളോ ആയിരിക്കും. ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല മോനെ. ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. അടിയും വെട്ടും വഴക്കും ഒക്കെ കണ്ട എന്റെ പൊന്നോ, മിക്കവാറും ഞാൻ അറ്റാക്ക് വന്ന് ചത്തുപോകും. അതുകൊണ്ട് മോന്റെ കാല് ഞാൻ പിടിക്കാം. ദയവേത് മോനൊന്ന് തിരിച്ചു പോ പ്ലീസ്. ഈ വീടൊരു കൊലക്കളാവുന്നത് കാണാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാ പറയുന്നത്. ദയവേതൊന്ന് പോ. ആന്റി ഇങ്ങനെ പേടിച്ചാലോ? അറ്റാക്ക് വന്ന് ഞാൻ ഇവിടെ ചത്ത് വീഴുന്നെന്ന് മോന് കാണണോന്ന്? എങ്കി ഇവിടെ നിക്ക്. ഭദ്രം വരട്ടെ. രണ്ടിലൊന്ന് കണ്ടിട്ട് ഇവിടുന്ന് പോയാ മതി. എന്റെ ദൈവമേ, ഈ കൊച്ചിനെ ഞാൻ പറയണൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് നെഞ്ചു വേദനിക്കുന്നു. അയ്യോ. അതെ ആന്റി, വേണ്ട, കരച്ചിലും ബഹളമൊന്നും വേണ്ട. ഞാൻ പോയേക്കാം. അവനെ പേടിച്ചിട്ടൊന്നുമല്ല. ഞാനായിട്ട് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദേവിക ഞാൻ കണ്ടോളാം. അയ്യോ അയ്യോ. ഓടിയന്റെ മുന്നിലാ മായം തുള്ളുന്നെ. സുലോചനെ അവന് അറിഞ്ഞൂടാ. അവനെ ഇവിടെ ഓടിക്കാൻ വേണ്ടി ഇല്ലാത്ത അസുഖങ്ങൾ വരെ പറയേണ്ടി വന്നു. സാരമില്ല, എന്തായാലും സംഗതി കേട്ടല്ലോ. മോളെ, നീ എന്താ ആലോചിക്കുന്നേ? എന്താ നിന്റെ മനസ്സിൽ? ആവശ്യമില്ലാതെ ഒരുപാടൊന്നും ആലോചിച്ചു കൂട്ടണ്ട. നീ ഈ ചിന്തയൊക്കെ അവസാനിപ്പിച്ചിട്ട് ആനന്ദനുമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറാവണം മോളെ. അവൻ നല്ലൊരു പയ്യനാ. അതുപോലുള്ള ആളാ മോൾക്ക് എന്നും ജീവിതത്തിൽ കൂട്ടായിട്ട് വേണ്ടത്. മോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും അവരവരുടെ ലാഭത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മോൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം സ്വന്തം കാര്യം കൂടി നോക്കണം. നമ്മൾ അല്പം സ്വാർത്ഥരാവുന്നതിൽ ഒരു തെറ്റുമില്ല മോളെ. ഞാൻ പറയുന്നതിൻ്റെ പോലൂടെ മനസ്സിലാവുന്നുണ്ടോ? ആനന്ദനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ ബന്ധം തള്ളിക്കളയുന്നത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. എങ്ങനെ ആനന്ദൻ നല്ലവനാണെന്നോ? കഷ്ടം. അവനെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനെന്താ കുഴപ്പം? അവനെന്താ കുഴപ്പമൊന്നും? അയ്യോ, അവൻ നമ്മൾ കാണുന്ന ആളൊന്നും അല്ല. തുറന്നു പറഞ്ഞ അവൻ മഹാ വൃത്തികെട്ടവനാ. സുലോചന, വെറുതെ ഒരാളെ കൂടി അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നല്ല, അവൻ കാണിച്ചതാ അനാവശ്യം. അവൻ ഇന്നിവിടെ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ? ആനന്ദൻ ഇന്നിവിടെ വന്നിരുന്നോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? അവൻ ഇവിടെ ഇന്ന് വന്നിരുന്നു. വന്നിട്ട് എന്നോടും അഞ്ജിതയോടും വളരെ മോശമായിട്ട് പെരുമാറി. ദേവിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെ മതിയെന്നും പറഞ്ഞ് അവൻ അഞ്ജിതയുടെ കൈ കയറി പിടിച്ചു. അവൻ അങ്ങനെ ചെയ്യൂന്നല്ല, ചെയ്തു.
ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ അഞ്ജിതയെ വിളിച്ച് ചോദിക്കും. അഞ്ജിതേ, അഞ്ജു, അഞ്ജിതേ. എന്താ അമ്മ? ഇങ്ങ് മടി. എന്താ? നീ പറഞ്ഞു കൊടുക്ക്. ആനന്ദൻ നിന്റെ കൈ കയറി പിടിച്ച കാര്യം പറഞ്ഞു കൊടുക്ക്. നീ എന്താണ് ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നേ? ആ ആനന്ദ് ഇവിടെ വന്ന് നിന്റെ കൈ കയറി പിടിച്ചില്ലേ? അതെ, എന്റെ കൈ കയറി പിടിച്ചു. കേട്ടല്ലോ? മുത്തശ്ശ, ഇവള് പറഞ്ഞത് കേട്ടല്ലോ? ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതിരുന്നത്? ഇപ്പൊ വിശ്വാസമായി കാണുമല്ലോ. ഒരു തവണ എന്റെ മോൾക്ക് വേണ്ടി ഒരു കള്ളത്തരം ചെയ്തു പോയി എന്ന് കരുതി ഞാൻ പറയുന്നത് മുഴുവൻ അവിശ്വസിക്കുന്നത് ശരിയല്ല. ഏതായാലും ആനന്ദ് ഇവളെ കെട്ടിയ മാനം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പോകേണ്ടി വരും. മുത്തശ്ശ, ഋഷി, 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 ഞാൻ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. ഋഷി, ഋഷി.